കോഴിക്കോട് വടകര ബസ് സ്റ്റാൻഡിൽ കണ്ടക്ടർക്ക് ക്രൂരമർദ്ദനം. തലയ്ക്ക് പരുക്കേറ്റ വട്ടോളി സ്വദേശി ദിവാകരനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നോട്ടെടുക്കുന്ന ബസ് ഇടിക്കാതിരിക്കാൻ ട്രാക്കിൽ നിന്നും മാറാൻ ആവശ്യപ്പെട്ടതിനാണ് മർദ്ദനം. ആക്രമണം നടത്തിയ യുവാവ് ഓടി രക്ഷപ്പെട്ടു. വാർത്തയുടെ വിശദാംശങ്ങളുമായി ലതീഷ് ചേരുന്നുണ്ട്. ലതീഷ്, ക്രൂരമർദ്ദനമാണ് ഇപ്പോൾ ഏറ്റിരിക്കുന്നത്. ഇപ്പോൾ പ്രതിയെ പിടികൂടാൻ സാധിച്ചിട്ടുണ്ടോ? പ്രതിയെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. രാവിലെ 6:30യോടുകൂടിയാണ് വടകര ബസ് സ്റ്റാൻഡിൽ പോലീസ് ഹെഡ് പോസ്റ്റിന് മുൻവശം കോഴിക്കോട് ഭാഗത്തേക്കുള്ള ബസ് ട്രാക്കിൽ ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത്. വടകര തൊട്ടിൽപ്പാലം റൂട്ടിലോടുന്ന ഹരിശ്രീ ബസ് കണ്ടക്ടർ ദിവാകരനാണ്. അദ്ദേഹം വട്ടോളി സ്വദേശിയാണ്. ദിവാകരനാണ് ക്രൂരമായ മർദ്ദനമേറ്റത്. ഇതര സംസ്ഥാന തൊഴിലാളിയാണ് മർദ്ദിച്ചതെന്നാണ് കരുതുന്നത്. എന്തായാലും ഇയാൾ ആക്രമണ ശേഷം ഓടി രക്ഷപ്പെടുകയായിരുന്നു. കൂടുതൽ ജീവനക്കാരോ യാത്രക്കാരോ ഒന്നും ഇല്ലാത്ത ഒരു സമയമാണ് 6:30 എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ മർദ്ദിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആക്രമിക്കുന്ന സമയത്ത് ഇയാളെ പിടികൂടാൻ ആർക്കും കഴിഞ്ഞതുമില്ല. എന്തായാലും ബസ് പുറകോട്ടെടുക്കുമ്പോൾ ട്രാക്കിൽ നിന്ന് സമീപം ഇയാൾ നിൽക്കുന്നതാണ് ദിവാകരൻ കാണുന്നത്. പുറകോട്ടെടുക്കുന്ന ബസ്സിൽ തട്ടാതിരിക്കാൻ മാറി നിൽക്കാൻ ഇദ്ദേഹം ആവശ്യപ്പെട്ടു. അതിൽ പ്രകോപിതനായാണ് ഈ യുവാവ് ദിവാകരനെ കണ്ടക്ടറെ മർദ്ദിച്ചത്. തലയ്ക്ക് അടിയേറ്റ് ദിവാകരൻ നിലത്ത് വീഴുകയായിരുന്നു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ദിവാകരനെ വടകരയിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട്. ഇത് വെച്ച് വടകര പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തെ കണ്ടെത്താനുള്ള അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അഷിത.